സുഹൃത്തുക്കളെ, ഓരോ ദിവസവും കേരളം ഉണരുന്നത് ഏറ്റവും ഭയാനകവും അത്യന്തം സങ്കടകരവുമായ വാർത്തകളുമായാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകർക്ക് അവർ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ സർവസ്വവും, അവരുടെ കൃഷിയും വീടും അവരുടെ ജീവൻ തന്നെയും നഷ്ടപ്പെടുന്ന വാർത്തകൾ. കാട്ടാനയുടെയും കാട്ടുപോത്തിൻ്റെയും കാട്ടുപന്നിയുടെയും കടുവയുടെയും പുലിയുടെയും മറ്റും ആക്രമണത്തിൽ എത്ര പേരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരുക്കേൽക്കുകയോ ചെയ്തു. എത്ര വളർത്തുമൃഗങ്ങളെ അവ കൊന്നു. ഇതിന് പരിഹാരം ഓരോ സംഭവവും നടക്കുമ്പോൾ സർക്കാർ പ്രതിനിധികളും രാഷ്ട്രീയക്കാരും നടത്തുന്ന പ്രസ്താവനകളും വാഗ്ദാനങ്ങളുമല്ല. കാരണം ഈ വാഗ്ദാനങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ലെന്നത് തന്നെ. ഇനി ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമായി 5-10 ലക്ഷം രൂപ സഹായധനമായി കൊടുത്താൽ തന്നെ അവർക്ക് സംഭവിച്ച നഷ്ടത്തിന് അത് പരിഹാരമാവില്ല. ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. വന്യമൃഗങ്ങൾക്ക് കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ആവശ്യമില്ലാതാക്കുകയും അങ്ങനെ വരാനുള്ള വഴി തടയുകയും മാത്രമാണ് അതിന് പോംവഴി. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വൈദ്യുതി വേലി പോലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയുമാണ് അതിനുള്ള മാർഗം. അത് കേവലം മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാകരുത്. ചെയ്യുന്നത് വൃത്തിയായും ശാസ്ത്രീയമായും ചെയ്യണം. അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ നിലവിലുള്ള വൈദ്യുതി വേലികൾ മറികടന്നാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത്. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ചെറിയ വീഡിയോ കണ്ടു നോക്കൂ. 2019 സൗത്ത് ആഫ്രിക്കൻ പര്യടന വേളയിൽ പിലാനസ്ബർഗ് എന്ന ഒരു വന്യമൃഗ സങ്കേതത്തിലെ ഒരു റിസോർട്ടിൽ വെച്ചെടുത്തതാണ്. റിസോർട്ടും കാടുമായി വേർതിരിക്കുന്നത് വൈദ്യുതി വേലി മാത്രമാണ്. അപകടകാരികളായ ആനയെയും മറ്റ് മൃഗങ്ങളെയും ഏറ്റവും സുരക്ഷിതമായി അടുത്തു നിന്ന് തന്നെ കാണാം. അതിൻ്റെ കാരണം വൈദ്യുതി വേലിയുടെ സുരക്ഷിതത്വം മാത്രമാണ്. ഇനിയെങ്കിലും നമ്മുടെ മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകരെ അവഗണനയോടും കയ്യേറ്റക്കാരായും കാണാതെ അവരോട് മനുഷ്യത്വപരമായി ഇടപെട്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകണം.